എനിക്കൊരു വിൻറ്റേജ് ജേർണൽ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റിയ സപ്ലൈസ് ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അങ്ങ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ജേർണൽ സപ്ലൈസ് ഒന്നും ഇല്ല എന്നാണ് ആ കുട്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ജേർണൽ സപ്ലൈസ് ഇല്ലെങ്കിലും സ്റ്റിക്കേഴ്സോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വിൻറ്റേജ് ജേർണലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ജേർണലൊക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന ഒരു പഴയ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു വിൻറ്റേജ് ജേർണൽ പോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് അത്ര അങ്ങ് സക്സസ്ഫുൾ ആയില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്തത് കൊണ്ട് കൊള്ളാം, കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്നൊരു പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പറിൻ്റെ കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട്, കട്ട് ചെയ്യുകയൊന്നുമല്ല ചെയ്തത്, വെറുതെ കൈകൊണ്ട് കീറി എടുത്തിട്ട്, അങ്ങനെ വലിയ ഷേപ്പിലൊന്നും അല്ലാതെ കീറി എടുത്തിട്ട് അത് ഞാൻ ആദ്യം ബുക്കിൻ്റെ പേജിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ പഴയ ബുക്സ് ഒരുപാടുള്ളത് കൊണ്ട് ഒരു ബുക്ക്, അതായത് ഒരു വിൻറ്റേജ് തീമിൽ വരുന്ന ഒരു കളറുള്ള ഒരു ബുക്കിൻ്റെ പേപ്പർ കീറിയെടുക്കുക ചെയ്ത, ബുക്കല്ല ടെക്സ്റ്റായിരുന്നു, അതിൻ്റെ പേപ്പർ കീറിയെടുക്കുകയാണ് ചെയ്തത്. നമ്മളിങ്ങനത്തെ വിൻറ്റേജ് ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലുള്ള ബുക്സിൻ്റെയൊക്കെ എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുകയെന്ന് കരുതിയിട്ട് ഇംഗ്ലീഷിലുള്ളൊരു ബുക്ക് തപ്പിപ്പിടിച്ചിട്ടാണ് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു വാഷി ടേപ്സ് പോലെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ്, വാഷി ടേപ്സ് ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല. അപ്പം ഞാൻ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിലിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരച്ചെടുത്തിട്ട് അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ പെണ്ണിൻ്റെ പടം ഉണ്ടായിരുന്നു, ഒരു ലേഡിയുടെ പടം ഉണ്ടായിരുന്നത്. പക്ഷേ തീരെ ചെറുതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു അത് അവിടെ ഒട്ടിക്കണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വന്നത്. പിന്നെ അത് അവിടെ നിന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ബോറായി പോകും, അതുകൊണ്ട് അത് അവിടെ തന്നെ അങ്ങ് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ലെറ്റേഴ്സ്, കോഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ളൊരു സ്റ്റിക്കർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടി ഒട്ടിച്ച് കൊടുത്തു. വേറെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സോ ഡ്രൈ ലീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല രസമായിരിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയത് കാരണം ഫ്ലോപ്പായി പോയെങ്കിലും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സപ്ലൈസ് ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ആ ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.